പാലക്കാട് മണ്ണാർക്കാട് CPM ഓഫീസിന് നേരെ പടക്കമെറിഞ്ഞ കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ. പുല്ലശ്ശേരി സ്വദേശി അഷ്റഫിനെയാണ് മണ്ണാർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. CPM പ്രവർത്തകനും PK ശശി അനുകൂലിയുമാണ് അഷ്റഫ്. ശശി കോൺഗ്രസിലേക്കെന്ന വാർത്തകൾക്കിടെയാണ് പടക്കമേറ്. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, നേരത്തെ ഈ വാർത്ത കേട്ടപ്പോൾ മനസ്സിൽ കടന്നു വന്നിരുന്ന ഒരു പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കുമോ എന്നതാണ്. പക്ഷേ പടക്കമെറിഞ്ഞ ഈ കസ്റ്റഡിയിലായിരിക്കുന്നയാൾ CPM പ്രവർത്തകനാണെന്ന് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ടോ? സൈഫുദ്ദീൻ, തീർച്ചയായും CPM പ്രവർത്തകനും PK ശശിയുടെ അടുത്ത അനുയായിയുമായ പുല്ലുശ്ശേരി സ്വദേശി അഷറഫിനെയാണ് മണ്ണാർക്കാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇന്ന് രാത്രി 8:55 ബൈക്കിലെത്തിയ ഈ അഷറഫ് എന്ന വ്യക്തി മാലപ്പടക്കം പൊട്ടിക്കുന്നത്. ഇത് വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിയതും ആളുകൾ ഓടിക്കൂടി. പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെയാണ് ഈ CPM ഏരിയ കമ്മിറ്റി ഓഫീസും സ്ഥിതി ചെയ്യുന്നത്. തുടർന്ന് CCTV പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ കുറിച്ചുള്ള വിവരം ലഭിക്കുകയും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. സാജിദ്, എന്തിന് അങ്ങനെയെങ്കിൽ ശശി അനുകൂലിക്കുന്ന കുറെ പേർ ഇപ്പോഴും അവിടെ CPM ഉണ്ട് എന്ന് കരുതണം. അപ്പോൾ ഈ വിവാദത്തിന് പിന്നാലെ അദ്ദേഹത്തിന് അനുകൂലികളായി CPM പ്രവർത്തകർ CPM ഓഫീസിന് മുന്നിൽ പടക്കമെറിയുന്നുണ്ടെങ്കിൽ അത് നൽകുന്ന സൂചന എന്താണ്? തീർച്ചയായും PK ശശിയെ അനുകൂലിക്കുന്ന നിരവധി ആളുകളുണ്ട്. അതിൽ യുവാക്കളായ ആളുകൾ അടക്കം നിരവധി ആളുകൾ PK ശശിയെ അനുകൂലിക്കുന്നുണ്ട്. നിലവിൽ PK ശശിയും CPM തമ്മിൽ രണ്ട് ചേരിയിലായി തന്നെ നിൽക്കുകയാണ്. കാരണം PK ശശിക്ക് സംഘടനാ ചുമതല ഒന്നും തന്നെയില്ല. ഈ ചുമട്ട് തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നൊരു ചുമതല മാത്രമാണുള്ളത്. CITU-വിൽ നിരവധി സംഘടനകളിൽ ഒരു സംഘടന മാത്രമാണ് ചുമട്ട് തൊഴിലാളി യൂണിയൻ എന്നുള്ളത്. അദ്ദേഹത്തെ നേരത്തെ സംഘടന അന്വേഷണ വിധേയമായി എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിൽക്കുകയാണ്. ഇപ്പോൾ പ്രാഥമിക അംഗത്വം മാത്രമാണുള്ളത്. നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരുന്നു PK ശശി. ഈ KTDC ചെയർമാൻ എന്നത് നേരത്തെ സർക്കാർ നൽകിയത് തിരിച്ചെടുത്തിട്ടില്ല എന്ന് മാത്രമാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സംഘടനാ ചുമതല ലഭിക്കാത്തതിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് വലിയ അമർഷമുണ്ട്. അതിനിടയ്ക്കാണ് ഇന്നലെ അദ്ദേഹം ഈ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും അതിൽ അദ്ദേഹത്തെ പരോക്ഷമായെങ്കിലും ഈ കോൺഗ്രസിലേക്കും UDF-ലേക്കും നേതാക്കൾ ക്ഷണിക്കുകയും ചെയ്തത്. അതിന് പരസ്യമായി VK ശ്രീകണ്ഠൻ ഈ PK ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും ഉണ്ടായി. ഇതേ തുടർന്ന് ഈ CPM-നുള്ളിൽ വലിയ അമർഷം ഉണ്ട്. DYFIയുടെ നേതാക്കൾ അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. ഇതിനിടയ്ക്കാണ് ഒരു പ്രതിഷേധം എന്ന നിലയ്ക്കായിരിക്കാം ഒരു പക്ഷേ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ അദ്ദേഹത്തിന്റെ അനുകൂലികളായ ആളുകൾ പടക്കം പൊട്ടിച്ചത്. അത് PK ശശി അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല. എങ്കിൽ കൂടി അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് വ്യക്തമായിരിക്കുന്നു ഇപ്പോൾ. ശരി, ആരാണ് പടക്കമെറിഞ്ഞത് എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. CPM പ്രവർത്തകൻ തന്നെയായ PK ശശി അനുകൂലിയായ അഷ്റഫ് എന്നയാളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയത്. എന്തിനാണ് പടക്കമെറിഞ്ഞത് എന്ന കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. സാജിദ് അജ്മലാണ് വിശദാംശങ്ങൾ നൽകിയത്.